മികവോടെ മലയോരം പദ്ധതിയിലൂടെ ഈസ്റ്റളേരി പഞ്ചായത്തിലെ കൊല്ലാടിയിൽ നിർമ്മിച്ച കുഞ്ഞുഞ്ഞു ഭവനം ഷാഫി പറമ്പിൽ എംപിയും രാഹുൽ മാങ്കൂട്ടത്തിൽ എംഎൽഎയും ചേർന്ന് കുടുംബത്തിന് കൈമാറി. 8.5 ലക്ഷം രൂപ ചെലവിലാണ് മുൻ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടിയുടെ പേരിലുള്ള സ്നേഹവീട് പൂർത്തീകരിച്ചത്. ദിസ് ന്യൂസ് സ്പോൺസർഡ് ബൈ ബോബി ചെമ്മണ്ണൂർ ഇന്റർനാഷണൽ ജുവല്ലേഴ്സ്. കാസർഗോഡ് ജില്ലാ പഞ്ചായത്ത് ചിറ്റാരിക്കൽ ഡിവിഷൻ അംഗമായ ജോമോൻ ജോസ് കഴിഞ്ഞ 4 വർഷക്കാലമായി മികവോട് മലയോരം എന്ന പേരിലാണ് തന്റെ ഡിവിഷൻ പരിധിയിൽ വികസന പ്രവർത്തനങ്ങളെല്ലാം നടപ്പിലാക്കി വരുന്നത്. ഇതിൽ ഉൾപ്പെടുത്തിയാണ് ഈസ്റ്റളേരി ഗ്രാമപഞ്ചായത്തിലെ കൊല്ലാട വാർഡ് പരിധിയിൽ താമസിക്കുന്ന ഷൈജു ഷീജ ദമ്പതികൾക്കായി മുൻ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടിയുടെ പേരിൽ സ്നേഹവീട് നിർമ്മിച്ചത്. കോൺഗ്രസ് കമ്പല്ലൂർ കൊല്ലാട വാർഡ് കമ്മിറ്റികളുടെ സഹായത്തോടെയായിരുന്നു 8.5 ലക്ഷത്തോളം രൂപ ചെലവഴിച്ചുള്ള കുഞ്ഞുഞ്ഞു ഭവനത്തിന്റെ പൂർത്തീകരണം. 2024 ഒക്ടോബർ 27-നാണ് സ്നേഹവീടിന് തറക്കല്ലിട്ടത്. ഇന്ദിരാഗാന്ധിയുടെ രക്തസാക്ഷിത്വ ദിനത്തിൽ കട്ടിളവെക്കൽ ചടങ്ങ് നടത്തി. ഇങ്ങനെ കൃത്യമായ ആസൂത്രണത്തോടെയും മാതൃകാപരമായും നിർമ്മിച്ച സ്നേഹവീടിന്റെ താക്കോൽദാനമാണ് കഴിഞ്ഞ ദിവസം ഷാഫി പറമ്പിൽ എംപിയും രാഹുൽ മാങ്കൂട്ടത്തിൽ എംഎൽഎയും ചേർന്ന് നിർവഹിച്ചത്. ഒരു കാര്യം സന്തോഷത്തോടെ അഭിമാനത്തോടെ പറയുന്നു, ഈ മികവോടെ മലയോരം എന്ന് പറയുമ്പോൾ ആ മലയോരത്തെ മികവിലേക്ക് നയിക്കുന്ന മികച്ച ഒരു ജനപ്രതിനിധിയാണ് ജോമോൻ ജോസ് എന്നുള്ളത് ഒരുപാട് കാര്യങ്ങൾ കൊണ്ട് നമുക്കിടയിൽ ബോധ്യപ്പെട്ടിട്ടുള്ള ഒന്നാണ്. ഇപ്പൊ ഈ പ്രവർത്തനങ്ങളുമായി ബന്ധപ്പെട്ട് തന്നെ നിങ്ങൾ എല്ലാവരെയും ചേർത്ത് പിടിച്ച് നിങ്ങളിലെ സാധാരണക്കാർ അവനവന്റെ പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളും ഒക്കെ ഉള്ളപ്പോഴും അതിൽ നിന്ന് സ്വരൂപിച്ച് അതിൽ നിന്ന് മിച്ചം വെച്ചും ആളുകളെ കണ്ടും സഹായം അഭ്യർത്ഥിച്ചും ഈ ഒരു കുടുംബത്തെ അവർക്കാരും സഹായം നൽകിയതല്ല, അവർക്കാരും ഔദാര്യം നൽകിയതല്ല. കാരണം ഇത് കുഞ്ഞുഞ്ഞിന്റെ പേരിലാണെങ്കിൽ അതിനൊരു അർത്ഥമേ ഉള്ളൂ. അവർക്ക് അവരുടെ അവകാശമാണ് നിങ്ങൾ ഏൽപ്പിച്ചിരിക്കുന്നത് എന്നുള്ളതാണ് അതിന്റെ ഒരു പ്രത്യേകത. വിശ്വാസ്യതയാണ് ഒരു ജനപ്രതിനിധിയുടെ ഒരു പൊതുപ്രവർത്തനത്തിന്റെ മാനദണ്ഡമെങ്കിൽ ഇതിനേക്കാൾ മികച്ചൊരു പേര് നമുക്ക് അവതരിപ്പിക്കാൻ. അദ്ദേഹം സംസാരിക്കാൻ തന്നെ പറഞ്ഞു, ഒക്ടോബർ ഡിസംബറോടുകൂടി ജില്ലാ പഞ്ചായത്ത് മെമ്പർ എന്ന പദവി കാലാവധി അവസാനിക്കുകയാണ്. പ്രിയമുള്ളവരെ, നമ്മളെല്ലാവരും കൂടി ഒരുമിച്ച് വിചാരിച്ചാൽ, നിങ്ങളൊന്ന് തീരുമാനിച്ചാൽ ജില്ലാ പഞ്ചായത്ത് മെമ്പറായിട്ടുള്ള കാലാവധി അവിടെ തീരുമെങ്കിലും ജനപ്രതിനിധിയായിട്ട് അദ്ദേഹത്തിന്റെ കാലാവധി പിന്നെയും തുടരുന്ന സാഹചര്യം ഈ നാട്ടിലുണ്ടാകും എന്ന് മാത്രം സൂചിപ്പിച്ചുകൊണ്ട് ഈ മഹത്തായ പദ്ധതിക്ക് പ്രിയപ്പെട്ട ഉമ്മൻചാണ്ടി സാറിന്റെ പേര് നാളിതുവരെയായി പ്ലാസ്റ്റിക് ഷീറ്റ് മറച്ച മൺകട്ട കൊണ്ടുള്ള ഇടിഞ്ഞു വീഴാറായ കൊച്ചു കൂരയിലായിരുന്നു ഗൃഹനാഥനായ ഷൈജു ഉൾപ്പെടെയുള്ള 3 അംഗ കുടുംബത്തിന്റെ താമസം. അതുകൊണ്ട് തന്നെ പുതിയ വീട്ടിലേക്കുള്ള ഇവരുടെ കൂടുമാറ്റം അരക്ഷിതാവസ്ഥയിൽ നിന്നും സുരക്ഷിതാവസ്ഥയിലേക്കുള്ള മോചനം കൂടിയായി മാറി. 100 കണക്കിന് ആളുകളുടെ സാന്നിധ്യത്തിൽ നടന്ന വീട് കൈമാറ്റ ചടങ്ങിൽ ജില്ലാ പഞ്ചായത്ത് അംഗം ജോമോൻ ജോസ് അധ്യക്ഷനായി. ഈസ്റ്റളേരി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ജോസഫ് മൊത്തോലി, വളാൽ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് രാജു കട്ടക്കയും, വെസ്റ്റളേരി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ഗിരിജാമോഹൻ, KPCC മെമ്പർ ശാന്തമ്മ ഫിലിപ്പ്, ജോർജ് കുട്ടി കരിമഠം, TA ബാബു, ഭാസ്കരൻ എളേരി, ജോസ് കുത്തിയത്തോട്ടിൽ, അന്നമ്മ മാത്യു, ഷിജു കൊട്ടാരം, സന്തോഷ് ചൈതന്യ, ജോബിൻ ബാബു, ബിജു മാത്തിമേലിൽ, ഡൊമിനിക്, ശിവദാസൻ എന്നിവർ സംസാരിച്ചു. 2020 ആരംഭിച്ച മികവോടെ മലയോരം പദ്ധതിയിലൂടെ ജില്ലാ പഞ്ചായത്ത് പദ്ധതികൾക്ക് പുറമെ ജനകീയ കൂട്ടായ്മയിൽ വിദ്യാർത്ഥികൾക്ക് പഠനോപകരണങ്ങളും അംഗപരിമിതർക്ക് വീൽചെയറുകളും രോഗികൾക്ക് ചികിത്സാ ധനസഹായവുമെല്ലാം നൽകി വരുന്നുണ്ട്. ന്യൂസ് ബ്യൂറോ, വള്ളരിക്കുണ്ട്.